ജിഷ വധക്കേസിലെ പ്രതി അമീർ ഉൽ ഇസ്ലാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 15 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. എന്നാൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്താകും തെളിവെടുപ്പിനായി പെരുമ്പാവൂരിലെത്തിക്കുക. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ നടപടിക്രമങ്ങൾ? സൗമ്യ, പ്രതി അമീറുൽ ഇസ്ലാമിനെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നടപടിക്രമം. അതിനു മുൻപായി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. ആലുവ താലൂക്ക് ആശുപത്രിയിലായിരിക്കും ഒരുപക്ഷെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുക എന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഇയാളെ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ സമർപ്പിക്കുമെന്നും അറിയുന്നു. 15 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ ആവശ്യപ്പെടുന്നത്. കാരണം ഇയാളെ ഇന്നലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുക തുടങ്ങിയ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവ് കണ്ടെടുക്കാനും മറ്റുമായി കൂടുതൽ സമയം ആവശ്യമാണ്. അക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 15 ദിവസത്തേക്കായിരിക്കും കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുക. അതിനുശേഷം തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അത് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും അത്തരത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തുക. കാരണം പ്രതിയെ നേരത്തെ കണ്ടവർ, അതായത് ഈ സംശയാസ്പദമായ നിലയിൽ ഈ കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപത്തു നിന്ന് സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടു എന്ന് നിരവധി പേർ മൊഴി നൽകിയിട്ടുണ്ട്. അവർക്ക് ഇയാളെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയൽ പരേഡിനായി ഇവരെ വിളിപ്പിക്കുകയും മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തുകയും ചെയ്യും. ഇതുകൂടാതെ ജിഷയുടെ അമ്മ, സഹോദരി തുടങ്ങിയവരെയും ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡിനായി വിളിപ്പിക്കും. അതും മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും നടക്കുക. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൻ്റെ മുൻപിലാണ് ഞാനുള്ളത്. ഇവിടെ തന്നെയാണ് പ്രതി അമീറുൽ ഇസ്ലാം ഉള്ളത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇയാളെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചത്. ഇവിടെ വെച്ച് തന്നെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം ADGP B സന്ധ്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിൽ തന്നെ പ്രതി ഉണ്ട്. ഒരു പക്ഷേ രാവിലെ തന്നെ ആയിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയുന്നത്. സമയം സംബന്ധിച്ച് വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ ആദ്യം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും, തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. അതാണ് അതിൻ്റെ നടപടിക്രമം. 10:30 ഇയാളെ പുറത്തേക്ക് ഇറക്കും എന്ന സൂചനയും ഉണ്ട്. സൗമ്യ. ഉമേഷ്, ഇവിടെയും പ്രതി കുറ്റസമ്മതം നടത്തി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല എന്ന് ADGP പറഞ്ഞ ഒരു വിഷയം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ പ്രതിയെ വെച്ചുകൊണ്ട് തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നത്? പ്രതി കുറ്റസമ്മതം നടത്തി, ഇന്നലെ തന്നെ കുറ്റസമ്മതം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയാളെ കസ്റ്റഡിയിലെടുത്ത് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നിർവഹിച്ചത്. ഇതിനുശേഷം ശാസ്ത്രീയ പരിശോധനകളും പോലീസ് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് DNA ടെസ്റ്റ് അടക്കമുള്ളവ പോലീസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ DNA തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യം വ്യക്തമായത്. തുടർന്ന് കൊലപാതകം നടത്തിയ രീതിയും അത് സംബന്ധിച്ച കാര്യങ്ങളും എല്ലാം തന്നെ പ്രതി ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനോട് സമ്മതിക്കുകയുണ്ടായി. എങ്കിൽ തന്നെയും അന്വേഷണത്തിൻ്റെ ഭാഗമായി വിശദമായ ചോദ്യം ചെയ്യലിന് ഈ പ്രതിയെ വിധേയമാക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെളിവെടുപ്പിന് കൊണ്ടുപോവുക എന്നുള്ളതാണ്. തെളിവെടുപ്പ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷം മാത്രമാണ് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതിനായാണ് 15 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെടുക എന്നാണ് അറിയുന്നത്. കാരണം അത്രയും ദിവസമുണ്ടെങ്കിൽ മാത്രമേ വളരെ വിശദമായ രീതിയിൽ ഇത്തരത്തിൽ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അതും DGP ഇന്ന് ഉച്ചയോടെ ഒരുപക്ഷെ കൊച്ചിയിലെത്തും എന്ന വാർത്തയുമുണ്ട്. കാരണം DGP ആണ് ഇത് തീരുമാനിക്കുക. കാരണം വലിയ സംഘർഷ സാധ്യതയാണ് ഈ തെളിവെടുപ്പ് സമയത്ത് പെരുമ്പാവൂരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള. കാരണം ഇത്രയും നാളും പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇത്രയും നിഷ്ഠുര കൃത്യം ചെയ്തയാൾ കാണാമറയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പെരുമ്പാവൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള സംഘർഷ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും തെളിവെടുപ്പിന് കൊണ്ടുപോവുക എന്നാണ് അറിയാനാവുന്നത്. എന്തായാലും കോടതിയോട് 15 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ തന്നെയായിരിക്കും പോലീസ് ആവശ്യപ്പെടുക എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഉമേഷ്, ചില സാഹചര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊലപ്പെടുത്തിയ ഇടയാക്കിയ കാരണം അടക്കം പ്രതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസ്യതയിൽ എടുക്കാൻ പോലീസിനായിട്ടില്ല. പ്രത്യേകിച്ച് ആയുധങ്ങൾ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളുടെ കാര്യത്തിൽ തന്നെ അവിടെ പോലും പ്രതി ഇടയ്ക്ക് 2 രീതിയിൽ മൊഴി പറയുന്ന ഒരു സാഹചര്യം ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ബാഹ്യ പ്രേരണകൾ ഉണ്ടോ കൊലപാതകത്തിന് എന്ന തരത്തിൽ ഒരു പക്ഷേ അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, കസ്റ്റഡിക്ക് എടുത്ത ശേഷമുള്ള ദിവസങ്ങളിലെ അന്വേഷണങ്ങൾ ആ വിധത്തിലാകുമോ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ആയുധം ഉപേക്ഷിച്ചത് സംബന്ധിച്ച ഇയാളുടെ മൊഴിയിൽ ആദ്യം വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. ആദ്യം അത് കനാലിലാണ് ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു, പിന്നീട് ഇരുങ്ങോൾക്കാവിലാണെന്ന് പറഞ്ഞു. എങ്കിൽ തന്നെയും ഇന്നലെ വൈകിട്ടോടെ പോലീസ് ഈ ആയുധം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും രക്തം പുരണ്ട വസ്ത്രങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെടുത്തിരുന്നു. മാത്രമല്ല, മറ്റേതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നത് പ്രതിയിൽ നിന്ന് തന്നെയാണ് പോലീസിന് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനാണ് ഇത്രയും ദിവസം പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. ഈ കസ്റ്റഡി കാലാവധിയിൽ, ഈ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്ന കാലയളവിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ഈ കൊലപാതകത്തിന്റെ മുഴുവൻ കാരണവും ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമായത്, ഇന്നലെ പോലീസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ തന്നെയും അത് മാത്രമാണോ കാരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകൂ. അതുകൂടാതെ മറ്റേതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, മദ്യം നൽകിയിരുന്നതായി പ്രതി ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നൽകിയ സംബന്ധിച്ച ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 15 ദിവസത്തോളം പോലീസ് കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുന്നത്. ഉമേഷ്, ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ആദ്യം മുതൽക്ക് തന്നെ നാട്ടുകാർ വലുതായി കൂടുന്നുണ്ട്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംഘർഷ സാധ്യത തള്ളിക്കളയാനാവില്ല. പൊതുവിൽ ഇപ്പോൾ പ്രതിയെ കൊണ്ടുവന്നപ്പോൾ അടക്കമുള്ള പ്രദേശത്തെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇന്നലെയെല്ലാം വലിയ തിരക്കായിരുന്നു ആലുവ പോലീസ് ക്ലബ്ബിൽ ഉണ്ടായിരുന്നത്. കാരണം പ്രതിയെ എവിടേക്കാണ് കൊണ്ടുവരിക എന്നത് സംബന്ധിച്ച് ആദ്യം ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നീട് ഉച്ചയോടെയാണ് ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് പ്രതിയെ എത്തിക്കും എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം എല്ലാവർക്കും, മാധ്യമങ്ങൾക്കടക്കം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അറിഞ്ഞ് നിരവധി പേർ ഇവിടെ ആലുവ പോലീസ് ക്ലബ്ബിന് മുൻപിൽ എത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് പ്രതിയെ കൊണ്ടുവരുമ്പോഴെല്ലാം വലിയ ജനത്തിരക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 10:30 പ്രതിയെ ഇറക്കുമെന്ന വാർത്ത പറഞ്ഞതോടെ ഏതാനും പേർ ഇവിടേക്ക് നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ പ്രതിയെ ഇറക്കുന്ന വേളയിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് അധിക പോലീസിനെ ഇന്നും ഇവിടെ ആലുവ പോലീസ് ക്ലബിനകത്തും പുറത്തുമായി വിന്യസിച്ചിട്ടുമുണ്ട്. എന്തായാലും തിരക്കുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള സാഹചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ വലിയൊരു പോലീസ് സേനയെ തന്നെയായിരിക്കും വിന്യസിക്കുക. കാരണം വലിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യതയാണ് ഇയാളെ ഇന്ന് അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ കോടതി പരിസരത്തും മറ്റും ഉണ്ടാകാനുള്ള വലിയ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതിനുള്ള സുരക്ഷാ സന്നാഹങ്ങളെല്ലാം തന്നെ പോലീസ് ഒരുക്കിയിട്ടുമുണ്ട്. സൗമ്യ. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ വധക്കേസിലെ പ്രതി അമീർ ഉൾ ഇസ്ലാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 15 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. എന്നാൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്താകും തെളിവെടുപ്പിനായി പെരുമ്പാവൂരിൽ എത്തിക്കുക. അവിടെ സ്വാഭാവികമായും വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് സംഘർഷ സാധ്യതയൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗൗരവതരമായി കണക്കിലെടുത്തുകൊണ്ടാകും പോലീസിന്റെ നീക്കങ്ങൾ ഉണ്ടാവുക. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. നാളെ മുതൽ 3 ദിവസങ്ങളിലായി കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. തിരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന സമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യും. കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കാനായെന്ന് പോളിറ്റ് ബ്യൂറോ നേരത്തെ പ്രാഥമികമായി വിലയിരുത്തിയിരുന്നു. ബംഗാളിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനായുള്ള കാര്യങ്ങളും യോഗത്തിന്റെ അജണ്ടയിലുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. The main agenda for the PBNCC would be a review of the elections that have taken place in 5 states. So the state committees have conducted their detailed review. On that basis, the Central Committee will conduct its review and draw the lessons that we require to draw from these election results. We had taken in our party plenum an organization in Kolkata, which had to be kept pending for these 5-6 months because of these elections in these states. In other states, the preparations are going on. But to consider the timetable for carrying forward the implementation of the plenum decisions. നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി ഇന്ന്. അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിക്കുക. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട 11 പ്രതികൾ ഉൾപ്പെടെ 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു. പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇരകളുടെ അഭിഭാഷകൻ വാദിച്ചത്. 7 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിലെ വിധി അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ഇന്ന് പ്രഖ്യാപിക്കുന്നത്.
2002 ഗുജറാത്ത് കലാപ സമയത്ത് അഹമ്മദാബാദിൽ മുസ്ലിം ജനത താമസിക്കുന്ന ഗുൽബർഗ് സൊസൈറ്റിയിലെ വീടുകൾക്ക് കലാപകാരികൾ തീ വയ്ക്കുകയായിരുന്നു. മുൻ കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രി അടക്കം 69 പേരാണ് തുടർന്ന് വെന്തുമരിച്ചത്. 66 പേരാണ് കേസിൽ പ്രതികളായിരുന്നത്. ഇതിൽ 6 പേർ നേരത്തെ മരണപ്പെട്ടിരുന്നു. 9 പേർ കഴിഞ്ഞ 14 വർഷമായി ജയിലിലാണ്. ബാക്കിയുള്ളവർ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. കേസിൽ 24 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. BJP നഗരസഭാംഗം ബിപിൻ പട്ടേൽ, പോലീസ് ഇൻസ്പെക്ടർ KG ഇർദ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് അതുൽ വൈദ്യ എന്നിവർ പ്രതികളായിരുന്നു. ഇതിൽ 11 പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് കോടതി ചുമത്തിയിരിക്കുന്നത്. 36 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. മൊത്തം 338 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്തത് മുൻകൂട്ടി തയ്യാറാക്കിയ ഗൂഢാലോചനയാണെന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് പ്രതിഭാഗം വാദമുന്നയിച്ചത്. ജസ്റ്റിസ് PB ദേശായിയുടെ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുക. വിധി പ്രസ്താവിക്കുന്ന പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രതിപ്രസാരമില്ലാത്ത പുനഃസംഘടന നടത്തുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ വ്യക്തമാക്കിയതിന് പിന്നാലെ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി രമേശ് ചെന്നിത്തല ദില്ലിയിലെത്തി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. VM സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള സമൂല അഴിച്ചുപണിയാണ് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, AI ഗ്രൂപ്പുകൾ ഒരുപക്ഷെ ഒന്നിച്ചു നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. കാരണം ഇവിടെ പ്രധാന എതിരാളിയായി നിൽക്കുന്നത് സുധീരൻ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ആവശ്യം ശക്തമായ ഹൈക്കമാൻഡിൽ ഉന്നയിക്കാനുള്ള എന്തൊക്കെ ശ്രമങ്ങളായിരിക്കും ചെന്നിത്തല അടക്കമുള്ളവർ നടത്തുക? സൗമ്യ, തീർച്ചയായും ഗ്രൂപ്പുകൾക്ക് മേലുള്ള തൻ്റെതായ ഒരു ആധിപത്യം ഉറപ്പിച്ച് VM സുധീരൻ ദില്ലിയിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെ ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി ദില്ലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി രമേശ് ചെന്നിത്തല 11 മണിയോടുകൂടി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഇത്തരത്തിൽ ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത ഒരു പുനഃസംഘടനയും മറ്റും നടത്തുമെന്ന് VM സുധീരൻ വ്യക്തമാക്കിയിരുന്നു. ഹൈക്കമാൻഡ് ഈ ഒരു നിർദ്ദേശം തന്നെ മുന്നോട്ട് വച്ചിരുന്നുവെന്നും രാഹുൽ ഗാന്ധി ഇതേ നിലപാടിനോട് യോജിച്ചിരുന്നുവെന്നുമാണ് VM സുധീരൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പ് തോൽവിയിലടക്കം അടക്കം നയിച്ചത് KPCC നേതൃത്വത്തിന്റെ വലിയ രീതിയിലുള്ളൊരു മുന്നൊരുക്ക പരാജയമായിരുന്നു. അതിനാൽ വലിയ രീതിയിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റിക്കൊണ്ട് തന്നെയുള്ള ഒരു പൊളിച്ചെഴുത്താണ് വേണ്ടത് എന്ന നിലപാടിൽ തന്നെയാണ് AI ഗ്രൂപ്പുകൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തലയും ഇതേ നിലപാട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മുമ്പാകെ ആവർത്തിക്കാനാണ് സാധ്യത എന്നാണ് നിലവിലെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചനകൾ. ഇതിനുശേഷം മുതിർന്ന AICC നേതാക്കളുമായും ഇന്ന് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിലും ഇതേ നിലപാട് തന്നെ ആവർത്തിച്ചേക്കും. നിലവിൽ വലിയ രീതിയിൽ KPCC നേതൃത്വത്തിന് വീഴ്ച സംഭവിക്കുകയാണ്. ഇനിയും ഇത്തരത്തിൽ ഗ്രൂപ്പുകളെ മറ്റും ഉൾക്കൊള്ളിക്കാതെയുള്ള ഒരു പുനഃസംഘടന നടത്തുന്നത് വീണ്ടും പരാജയത്തിലേക്ക് മറ്റും വഴിവെക്കും. KPCC നേതൃത്വം തന്നെയാണ് പരാജയത്തിന്റെ പ്രധാന കാരണം എന്ന നിലപാടുകൾ ഇന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മുമ്പാകെ ആവർത്തിക്കുന്നതോടെ സുധീരനെതിരെയുള്ള പടനീക്കം വീണ്ടും ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കുകയാണ്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഗെയിൽ CMD BC ത്രിപാഠിയും ദില്ലി കേരള ഹൗസിലെത്തി പിണറായി വിജയനെ കണ്ടു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തികൾ ഒക്ടോബറിൽ തുടങ്ങുമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുമെന്നും BC ത്രിപാഠി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, JP നഡ്ഡ എന്നിവരെ കണ്ടത്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ പ്രവർത്തനങ്ങളും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ഗെയിൽ CMD BC ത്രിപാഠി വാതക പൈപ്പ് ലൈൻ ഇടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണം അഭ്യർത്ഥിച്ചു. പൈപ്പ് ലൈൻ ഇടുന്നതിനായി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം BC ത്രിപാഠി പറഞ്ഞു. ഒക്ടോബറിൽ പദ്ധതി തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18 മാസത്തിനകം പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതിയെന്നും ഏറ്റെടുക്കുന്ന ഭൂമി കൃഷി ആവശ്യങ്ങൾക്കായി കർഷകർക്ക് തിരിച്ചു നൽകാൻ കഴിയുമെന്നും ത്രിപാഠി വ്യക്തമാക്കി. And with the assurance and the support of the state government, we are restarting this project now. Per se, we are not acquiring the land. We are only acquiring right of use. The land will be given back to the farmer. They can do their all agriculture activity as usual. ദില്ലിയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ,
ദില്ലി. സംസ്ഥാനത്തിന്റെ നികുതി വരുമാന വളർച്ച 20% ലക്ഷ്യമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നിലവിൽ 12% മാത്രമാണ് നികുതി വരുമാനം. കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാകാൻ 3 വർഷമെടുക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ധവളപത്രമിറക്കാൻ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം 12% മാത്രമാണ്. ഇത് വർഷാവസാനത്തിൽ 20%-ലെത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഐസക് പറയുന്നു. ഇത് സർക്കാർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ 12% ഇപ്പോൾ ഉള്ള നികുതി വരുമാന വളർച്ച മുൻ വർഷത്തെ അപേക്ഷിച്ച് 20% ടാർഗറ്റ് വെക്കുന്നത്. വർഷാവസാനമാകുമ്പോഴേക്കും 20% ഉയർത്തണം. അത് നേടാൻ പറ്റുമെന്നുള്ള ഒരു തൻ്റെ ഇടത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കണ്ട് ഭയപ്പെട്ടിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കില്ല. റവന്യൂ കമ്മി നിലവിൽ 18,000 കോടി രൂപയാണ്. ഇങ്ങനെ പോയാൽ കടമെടുക്കുന്ന തുക റവന്യൂ കമ്മി നികത്താൻ കൊടുക്കേണ്ടിവരും. മൂലധന ചെലവിന് പണം കണ്ടെത്തിയേ മതിയാകൂ. അതുകൊണ്ട് ഇത്തരമൊരു സ്ഥിതിയിൽ ഭയപ്പെട്ടു നിൽക്കാതെ സധൈര്യം മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാകാൻ 3 വർഷമെങ്കിലും ചുരുങ്ങിയതെടുക്കും. എന്നാൽ പണമില്ലാത്തതുകൊണ്ട് ഒരു പദ്ധതിയും മുടങ്ങുന്ന അവസ്ഥ സംസ്ഥാനത്തിലുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.